സഞ്ചാരികളോട് പുലർത്തുന്ന ആദരവും ആതിഥ്യ മര്യാദയുമൊക്കെയാണ് അറബ് രാജ്യങ്ങൾക്ക് ലോകത്തിന്റെ നെഞ്ചകത്തിൽ ഇടം നേടിക്കൊടുത്തത്. അതിഥികളെ ബഹുമാനിക്കുക എന്നത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ അതിഥിയെ ആദരിക്കട്ടെ എന്ന പ്രവാചക വചനം അതിന് അടിവരയിടുന്നു. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അരികിൽ ഒരാൾ വന്ന് ദാരിദ്ര്യത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞു. അദ്ദേഹത്തെ സൽക്കരിക്കുവാൻ നബിയുടെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അൻസാരിയായ അബൂ ത്വൽഹ അതിഥിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയാകട്ടെ കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹവും ഭാര്യയും ചേർന്ന് കുഞ്ഞുങ്ങളെ നേരത്തെ കിടത്തി ഉറക്കി അവർക്കായി കരുതി വെച്ച ഭക്ഷണം അതിഥിക്കായി വിളമ്പി. അത്യാവശ്യക്കാരായിരിക്കെ പോലും സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നവർ എന്ന് അള്ളാഹു പ്രകീർത്തിച്ചത് അബൂ ത്വൽഹയെ പോലുള്ളവരെയാണ്. അതിഥിയെ സൽക്കരിക്കാത്തവന് ക്ഷേമമില്ല, അതിഥികൾ പ്രവേശിക്കാത്ത വീട്ടിൽ മാലാഖമാരും പ്രവേശിക്കില്ല എന്നീ നബി വചനങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ.